വേൾഡ് ക്യാൻസർ ഡേ ആചരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ അതിൻ്റെ തീമായിട്ട് വരുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക്. അതായത് നമ്മൾ ഓരോ മനുഷ്യന്മാരും അതിൻ്റെ എല്ലാ സവിശേഷതകൾ കൊണ്ടും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് ഓരോ ക്യാൻസറും അതിൻ്റെ പല ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഒരു ക്യാൻസർ ഡേയിൽ നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണെങ്കിലും ജനറലി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും ഇല്ലാതെ ഭയങ്കര ക്ഷീണം, വെയിറ്റ് ഇങ്ങനെ കുറയുക, പ്രോഗ്രസീവ്ലി വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ലക്ഷണമാണ് നമുക്ക് ഭക്ഷണം, വെള്ളം, പ്രത്യേകിച്ചും ഭക്ഷണത്തിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഭക്ഷണത്തിൻ്റെ ആ ഒരു താല്പര്യക്കുറവ് അത് ഗ്രാജുവലി കൂടിക്കൂടി വരിക. പിന്നെ ഒരു ലക്ഷണമാണ് നമുക്ക് വേദനകൾ ഉണ്ടാവും പല ഭാഗത്ത്, പ്രത്യേകിച്ച് തലവേദന, അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്ത് വേദന, ഈ എല്ലുകൾക്കൊക്കെ വേദന. ഈ വേദന എന്തൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും കുറയുന്നില്ല. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ കൂടുക. ഇതൊക്കെയാണ് ജനറലി നമ്മൾ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് പല സമയത്തായിട്ട് കാണപ്പെടുന്നത്. എന്നാലും ഓരോ ക്യാൻസറിനും ഓരോ ടൈപ്പ് ഓഫ് ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രിവെൻഷൻ, അതായത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവെൻഷൻ, അതുപോലെ തന്നെ ഈ ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്, ആ ഒരു കെയർ, അവർക്ക് നൽകുന്ന പ്രതീക്ഷ, ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ആരോഗ്യവും സമ്പത്തും ഉള്ള ആളുകൾ ഇത് നഷ്ടപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരിക്കലും നമ്മൾ വലിയ ആൾക്കാർ, ചെറിയ ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരോടും ഈ സമൂഹം ഒരുമിച്ച് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ക്യാൻസറിൻ്റെ ഗ്രോത്ത് വളരെ കൂടി വരികയാണ്. അപ്പോൾ ഏകദേശം 7-ൽ 1 സ്ത്രീക്കും അതുപോലെ തന്നെ 9-ൽ 1 പുരുഷനും ക്യാൻസർ വരാനുള്ള കടുത്ത സാധ്യത ഉണ്ടെന്നാണ് ഈ ഒരു റീസെൻ്റ്ലി എടുത്ത കണക്കുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിത രീതി നമ്മൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റണം. അല്ലാതെ ഇങ്ങനെ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ്, അങ്ങനത്തെ പൊരിച്ചതും വറുത്തതും ഒരുപാട് അങ്ങ് കഴിച്ച് വെറുതെ ഇങ്ങനെ ഒരുമാതിരി ജീവിതം, കുറേ പുകയില, അതുപോലെ ആൽക്കഹോള്, ഈ മയക്കുമരുന്ന്, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം, നമുക്ക് തന്ന ആരോഗ്യത്തെ നശിപ്പിക്കാതെ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം.